എയർപോർട്ടൊക്കെ എങ്ങനെയാണ് അവസ്ഥ? കാര്യം ഖത്തർ എയർപോർട്ട് അവരുടെ വ്യോമപാത അടച്ചതിന് ശേഷം എല്ലാ വിമാനങ്ങളും റദ്ദ് ചെയ്തു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ ദുബായിലെ അവസ്ഥ എങ്ങനെയാണ്? മോർണിംഗ് എസ്കെൻ, ദുബായിൽ വിമാനത്താവളങ്ങൾ രണ്ട് വിമാനത്താവളങ്ങൾ പ്രധാനമായിട്ടും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളവും മക്തൂം വിമാനത്താവളവും ഈ രണ്ട് വിമാനത്താവളങ്ങളും നേരത്തെ തന്നെ അടച്ചിരുന്നു. ഒപ്പം തന്നെ അബുദാബിയിലെ വിമാനത്താവളവും അടച്ചിട്ടുണ്ട്, ഷാർജ വിമാനത്താവളവും അടച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഏതാണ്ട് വിമാനത്താവളങ്ങളൊക്കെയും അടച്ച സ്ഥിതി ഈ UAE ഉടനീളം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്നലെ രാത്രിയാണ് പ്രധാനമായിട്ടും ഈ UAE വിമാനത്താവളങ്ങൾ അവിടെ ഈ ആക്രമണത്തിന്റെ അലയൊലികളൊക്കെ ഉണ്ടാവുകയും അതിനെ തുടർന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും അത് UAE ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. കാരണം ദുബായ് വിമാനത്താവളത്തിലാണ് ഇന്നലെ ആദ്യം ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ ഡ്രോണുകളും ഒപ്പം തന്നെ മിസൈലുകളും അത് ഡിഫ്യൂസ് ചെയ്ത് അതിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടായ അപകടം ആണെന്നാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ എയർപോർട്ട് അതോറിറ്റിയും ഒപ്പം തന്നെ UAE മീഡിയ സെന്ററും അറിയിച്ചത്. അതിന് പിന്നാലെ അബുദാബിയിലും ഇത്തരത്തിൽ അങ്ങനെ ദുബായിലുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. അത് ചെറിയ പരിക്കുകളാണ്. അവരെ അപ്പോൾ തന്നെ വൈദ്യസഹായം നൽകി, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അറിയിച്ചു. അതിന് പിന്നാലെയാണ് അബുദാബിയിലും ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി എന്നുള്ള വിവരം ആദ്യം പുറത്തു വരുന്നു. അതിന് പിന്നാലെ ഒരാൾ മരിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വന്നത്, 7 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരവും പുറത്തു വന്നു. അങ്ങനെ ആകെ അവിടെയും ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. അതായത് ഈ നേരിട്ട് മിസൈലുകളോ ഡ്രോണുകളോ പതിച്ചതല്ല, മറിച്ച് ഇതിന്റെയൊക്കെയും ഡിഫ്യൂസ് ചെയ്യപ്പെട്ട അതിനുശേഷമുണ്ടായ അവശിഷ്ടങ്ങൾ പതിച്ചുണ്ടായ അപകടം എന്നാണ് പൊതുവെ ഈ വിമാനത്താവളങ്ങൾക്കെതിരായിട്ടുള്ള അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം UAE പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നലെ രാത്രി പ്രധാനമായിട്ടും അത് ഏതാണ്ട് 4ാം തവണ രാത്രി 1 മണിക്ക് ശേഷമുണ്ടായ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ഈ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് പ്രശ്നമുണ്ടായത്. അതിനപ്പുറത്തേക്ക് ഏതാണ്ട് 20 ഇന്നലെ സാരമായി തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട്. അവർക്ക് മതിയായിട്ടുള്ള താമസ സൗകര്യം ഒരുക്കിയത് ദുബായ് എയർപോർട്ട് അതോറിറ്റി അറിയിക്കുന്നുണ്ട്. മാത്രമല്ല അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകും. അവരുടെ യാത്രാ ചെലവടക്കം ഈ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടാൽ അവർക്കത് തിരികെ നൽകും എന്നുള്ളതടക്കം ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉടനീളം എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഉണ്ടായി. ഏതാണ്ട് മുഴുവനായിട്ടും ഒരു 75%-ലധികവുമുള്ള എയർപോർട്ടുകൾ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. ചില എയർപോർട്ടുകൾ മാത്രമാണ് നിലവിൽ ഒരു 10 മണിക്ക് ശേഷം ചില ഫ്ലൈറ്റുകൾ ഉണ്ടാകുമെന്നുള്ള തലത്തിൽ ഇപ്പോൾ ഷെഡ്യൂൾ ഉള്ളത്. പക്ഷേ അതൊക്കെയും എത്ര കണ്ട് പ്രാവർത്തികമാകും എന്നുള്ളത് മനസ്സിലാക്കണം. മറിച്ച് ദുബായിലെ എയർപോർട്ടുകൾക്ക് അപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇന്നലെ കാര്യമായും പാം ജുമേറയിൽ അടക്കം ഇന്നലെ ഈ ഡിഫ്യൂസ് ചെയ്യപ്പെട്ട ഈ ഇത്തരത്തിൽ ഡ്രോണുകളുടെയും ഒപ്പം തന്നെ മിസൈലുകളുടെയും ഒക്കെ ഭാഗങ്ങൾ പതിച്ച് തീപിടുത്തം ഉണ്ടായത് വലിയ സംഭവമായിരുന്നു. ഇന്നലെ രാത്രി 1 മണിക്ക് ശേഷം സത്യത്തിൽ ഗൾഫ് മേഖലയിൽ ഉടനീളം ഒരു അശാന്തി പടർന്നിരുന്നു. കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ജബൽ അലിയിലുമൊക്കെ ഈ സീപോർട്ടിലുമൊക്കെ അവിടെ ഈ വലിയ തോതിൽ പുകയുയരുകയും ഒപ്പം തന്നെ തീപിടുത്തം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കണക്കുകൾ പ്രകാരം ഇപ്പോഴും UAE പറയുന്നത് ഏതാണ്ട് ഒരു 10ഓളം മിസൈലുകളും ഡ്രോണുകളും മാത്രമാണ് തങ്ങൾക്ക് നിർവീര്യമാക്കാൻ കഴിയാതെ വന്നത്. അതൊക്കെയും കടലിൽ പതിക്കുകയും അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ അല്ലാതെയാണ് ഇതൊക്കെയും വീണിരിക്കുന്നത് എന്ന് UAE പറഞ്ഞു വെക്കുന്നുണ്ട്. പൊതുവിൽ അബുദാബിയിൽ ഇന്നലെ ഒരു മരണമുണ്ടായി ഉച്ചയ്ക്ക്. അതിനുശേഷം രാത്രി ഈ അബുദാബി എയർപോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടത്തിൽ അവിടെയും ഒരു മരണമുണ്ടായി. അങ്ങനെ ആകെ 2 മരണമാണ് UAE ഉടനീളമുള്ളത്. മറിച്ച് അതിനപ്പുറത്തേക്ക് UAE ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നിയന്ത്രണം, ഈ സ്കൂളുകൾക്ക് ഒരു 3 ദിവസത്തെ നിയന്ത്രണമുണ്ട്. സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും കുട്ടികൾ എത്തേണ്ടതില്ല, അധ്യാപകർ എത്തേണ്ടതില്ല. അവർക്ക് റിമോട്ട് ലേണിംഗ് എന്ന സംവിധാനം, നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറയുന്ന തരത്തിൽ റിമോട്ട് ലേണിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഖത്തറും കുവൈറ്റും ഒക്കെയാണ്. അവിടെ കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ട് മുൻകരുതലുകൾ കടുപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി 1 മണിക്കാണ് ഏറ്റവും ഒടുവിലായി UAE അലേർട്ടുകൾ വന്നത്. ആ അലേർട്ടുകൾ മൊബൈലിൽ കൃത്യമായി നൽകുന്നുണ്ട്, അത് പാലിക്കണമെന്ന് അറിയിക്കുന്നുണ്ട്. ആ തരത്തിൽ UAE സജ്ജമായി കാര്യങ്ങളെ നേരിടുന്നു. പക്ഷേ ഈ ആദ്യം മുതൽ തന്നെ ഇറാൻ പറയുന്നത് കൃത്യമായി ഈ അമേരിക്കയുടെ ഈ പറയുന്ന സൈനിക ബേസിലേക്ക് മാത്രമാണ് അപകടം നടത്തുക എന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് കടന്ന് റെസിഡൻഷ്യൽ മേഖലകളിൽ ഇന്നലെ ഉണ്ടായത് ബുർജൽ അറബിലുണ്ടായ
ഇന്നലെ രാത്രി ഉണ്ടായ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ UAE വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കാണുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമായിട്ടാണ് കാണുന്നത്. അതിനെ ചെറുക്കാൻ ഏത് നിലയ്ക്കും തയ്യാറാകും എന്നുകൂടി അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ട് ഈ UAEയിലുള്ള എമിറേറ്റുകളിലെ തലവന്മാർ എന്തായാലും ഇന്നും ആശയവിനിമയം നടത്തും. അതിനപ്പുറത്തേക്ക് GCC രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒരു തീരുമാനമെടുക്കും. അപ്പോൾ അത് ഏത് തരത്തിൽ വരും എന്നുള്ളതൊക്കെയാണ് ഇനി ഏറ്റവും നിർണായകമായി മാറുക. എന്തായാലും ഇന്നലെ രാത്രി വന്ന ഒരു 4ാം ഘട്ട അറ്റാക്ക് എന്ന് പറയാൻ കഴിയും. കാരണം മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ 4ാം തവണയാണ് ഒരു സീരീസ് ഓഫ് അറ്റാക്ക് ഉണ്ടാകുന്നത്. ആ സീരീസ് ഓഫ് അറ്റാക്കിൽ കൃത്യമായി അത് പ്രതിരോധിക്കാൻ, തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട് UAEക്ക് എന്നാണ് പൊതുവിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുക. SKN മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. റഹീസ്, താങ്കൾ അവിടെ തന്നെ തുടരുക. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റുള്ള അപ്ഡേഷൻ വേണം. നമ്മുടെ മലയാളികൾക്കൊന്നും ആശങ്കപ്പെടുന്ന സാഹചര്യം ദുബായിലില്ല എന്നുള്ള ഏറ്റവും നല്ല വാർത്ത കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുകയാണ്. എന്നാൽ ഇന്നലെ രാത്രി മുഴുവൻ നിരന്തരമായി മൊബൈൽ അലേർട്ടുകൾ വന്ന കാരണം പല മലയാളികൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അവർ വാട്സപ്പിലൊക്കെ പല സന്ദേശങ്ങളും അയക്കുന്നുണ്ട്. വെളുപ്പിന് 5 മണി വരെ ഇത്തരം സന്ദേശങ്ങൾ പോകുന്നുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ചില ആക്രമണങ്ങളൊക്കെ നടന്നു എന്ന രീതിയിലുള്ള അറിയിപ്പുകളൊക്കെ മലയാളികൾ നൽകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ബഹ്റിൽ സ്ഥിതി വളരെ ശാന്തമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.